രമണ ശ്രീജന പോഷക രാമ ശ്രീ രഘുനന്ദന സീതാരമണ ശ്രിതജന പോഷക രാമ കാരുണ്യാലയ ഭക്തവരദ നിന്നു കന്നതികാനുപുരാമ കാരുണ്യാലയ ഭക്തവരദ నిన్ను కన్నది కానుపురామా క్రూర కర్మములు నేరక చేసితి నెరములెంచకు రామా క్రూర కర్మములు నేరక చేసితి నెరములెంచకు రామా దారిద్ర్యము పరిహారము సేయవే దైపశిఖామణి రామా దారిద్ర్యము పరిహారము సేయవే దైవశిఖామణి రామా వాసవనుద రామదాస పోషక వందనమయోధ్య రామా వాసవనుద రామదాస పోషక వందనమయోధ్య రామా దాసార్చిత మా కభయము సంగవే దాశరథీ రఘురామా దాసార్చిత మా కభయము సంగవే దాశరథీ రఘురామా ఏ తీరుగనను దయచూచెదవో ఇనవంశోత్తమ రామా నాతరమా భవసాగరమీదను నళినదళే క్షణ రామా నాతరమా ഭവസാഗരമീതനു നളിനദളേ ക്ഷണ രാമാ. നല്ലൊരു പാട്ടുകാരനാണല്ലോ. വെറുതെ വെറുതെ സാധാരണ നമ്മളൊക്കെ പാടുമായിരുന്നില്ല. വളരെ നന്നായിട്ട് പാടും, വളരെ നന്നായിട്ട്. വെരി നൈസ്. അടുത്തതായിട്ട് ശുഭകുമാരിജിയാണ്. അച്യുതാഷ്ടകം ചൊല്ലാം എന്നാണ് പറഞ്ഞത്. ശുഭകുമാരിജി please unmute yourself. ശുഭ അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ദിദി could you please spotlight her? Yeah. ജയ ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. ചൊല്ലട്ടെ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം നന്ദനം സന്തതേ. വിഷ്ണവേ ജിഷ്ണവേ ശംഖിനേ ചക്രിണേ രുക്മിണീ രാഗിണീ ജാനകീ ജാനയേ. വല്ലവീ വല്ലഭായാമൃതായാത്മനെ ഹംസവിദ്വംസിനേ വംശിനേ തേ നമഃ. കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേ വാസുദേവാജിത ശ്രീനിധേ. അച്യുതാനന്ദ ഹേ മാധവാധോക്ഷജ ദ്വാരകാനായക ദ്രൗപദീ രക്ഷക. സീതയാ സംയുത സോദരേണാന്വിതോ ദണ്ഡകാരണ്യഭൂ പുണ്യതാ കാരണ. വാദജേനാശ്രിതോ വാനരൈ സേവിതോ രാവണസ്യാന്തകോ രാഘവ പാതുമാം. തേനുകാരിഷ്ടക
മുഷ്ടികാസൂദന കേശിഹാ കംസഹൃത് വംശികാവാതക പൂതനാ മുക്തിദാ സൂരജാഖേലനു ബാലകോ പാലകാ പാതു മാം സർവദാ വിദ്യുദ്യോതവത് പ്രസുരദ്വാസസം പ്രാവൃഢം ബോധവത് പ്രോലസദ്വിഗ്രഹം പന്യയാ മാലയാ ശോഭിതോരസ്ഥലം ലോഹിതാം ക്ഷിദ്വയം വാരിജാക്ഷം ഭജേ കുഞ്ചിതൈ കുന്തളൈർഭ്രാജമാനാനനം രത്നമൗലിം ലസത് കുണ്ഡലം ഗണ്ഡയോ ഹാരകേയൂരകം കങ്കണ പ്രോജ്വലം കിങ്ങിണി മഞ്ജുളം ശ്യാമളം തം ഭജേ. ജയ് ശ്രീകൃഷ്ണ. Jai Shri Krishna. ജയ് ശ്രീകൃഷ്ണ. Jai Shri നന്നായി Krishna. ചൊല്ലി. Yes, the next person. ഓക്കെ, ലതികാജിയാണ് അടുത്ത ചൊല്ലാം എന്ന് പറഞ്ഞിരുന്നത്. നിർവാൺ ചൊല്ലിക്കോളൂ. ജയ് ശ്രീകൃഷ്ണ. Jai Shri Krishna. ജയ് ശ്രീകൃഷ്ണ. ശ്രീ ശങ്കരാചാര്യർ രചിച്ച 6 ഖണ്ഡികയുള്ള ഒരു ശ്ലോകം ആണിത്. നിർവാണ ഷട്കം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണ നേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസജ്ഞോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർ ന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന അർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ മൃത്യുശങ്കാ ന മേ ജാതിഭേദം പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാ ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ജയ Jai ശ്രീകൃഷ്ണ. Shri Krishna. Jai Shri ജയ് Krishna. ശ്രീകൃഷ്ണ. വെരി നൈസ്. Pushpaji, now let us listen to Mala Narayan Sama's wisdom. ഓക്കെ ഓക്കെ. ഓക്കെ. സോ ജയ് ശ്രീ കൃഷ്ണ എല്ലാവർക്കും. സോ
ആദ്യം എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. L2 കംപ്ലീറ്റ് ചെയ്തതിന് ഇനി സോ 2 ധാം കഴിഞ്ഞു, 4 ധാം എന്ന് പറയുന്ന ഇത് 2 ധാം നമ്മുടെ കഴിഞ്ഞു. സോ ഇനി അടുത്ത 2 തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. ഇനി അതേമാതിരി വേറൊന്ന് പറയാനുള്ളത്, ഇനി നിങ്ങൾ എല്ലാവരും സേവ് ചെയ്യാൻ റെഡി ആയിരിക്കണം. L1 L2 കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. പറ്റുന്നവര് അത് ഒരു മൊബൈൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞാല് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന മാതിരി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ അതിനുള്ള ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ കുറെ പേരുണ്ട്. പുഷ്പാജി ഉണ്ട്, ശ്രീധർജി ഉണ്ട്, നമ്മുടെ പ്രീതിജി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി ട്രെയിനർ ആവാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് നമ്മുടെ ഇവിടെ 92 വയസ്സിലും ഗീതാവൃത്തിയായി ട്രെയിനർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത് കാരണം ഏജ് ഒരു പ്രശ്നമൊന്നുമല്ല. ഓക്കെ, സോ അത് ആ എക്സ്ക്യൂസ് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ കാണാപ്പാഠം പഠിക്കണം. അത് 3 വെരി സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ജിജ്ഞാസ എഴുതാനായിട്ട് ഇപ്പൊ ആണെങ്കിൽ കണ്ടസ്തീകരൺ ക്ലാസ് നടക്കുന്നുണ്ട്. സോ എങ്ങനെ കാണാപ്പാഠം പഠിക്കണം, പഠിച്ച് അവർക്കൊരു ട്രെയിനിങ്, അതേമാതിരി എങ്ങനെ എക്സാം നടക്കും അതിനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്. സോ അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ബിക്കോസ് തന്നെ പഠിച്ച് ചിലപ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അത് 1 2 എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അതിൽ 40 മിനിറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ ഈ പഠിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. സോ അത് കാരണം അത് പഠിക്കാനുള്ള ഇതിന് എളുപ്പമാണ്. പിന്നെ എന്താ പറയാനുള്ളത്, അതായത് അല്ലെങ്കിൽ ഗ്രൂപ്പ് കോർഡിനേറ്റർ ആയിട്ട് കുറേ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ എനിക്ക് കുറെ പേര് വീഡിയോ ഓൺ ചെയ്യാത്തത് കൊണ്ട് എന്താ പ്രായം എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഉള്ളവരില് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, കുറച്ച് കൂടുതൽ പ്രായമുള്ളവരും ഉണ്ട്. സോ വെരി നൈസ്. കണ്ടാലേ നമുക്ക് പറയാൻ പറ്റും. സോ ഇത് സേവ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അത് കാരണം കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. നമ്മൾ അതായത് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ തിരിച്ച് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു അവസരം ഗീതാ പരിവാറിലേക്ക് കിട്ടുള്ളൂ. ബാക്കി വളരെ ബുദ്ധിമുട്ടാണ്. ബാക്കപ്പിന്റെ NGOs ഇവരൊക്കെ അത് എത്രത്തോളം സത്യസന്ധമായിട്ട് എല്ലാവരും ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇതില്. ബിക്കോസ് നത്തിങ് ഈസ് ഇൻവോൾവ്. നമ്മൾ കൊടുക്കണോ ഇല്ല, വാങ്ങണോ ഇല്ല, ഒന്നും ചെയ്യണ്ട. നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ സമയം, നമ്മൾ ആക്ച്വലി സമയമാണ് കൊടുക്കണേ അല്ലേ. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മുടെ സമയമാണ് നമ്മൾ സേവയായിട്ട് കൊടുക്കുന്നത്. അത് ഇറ്റ്സ് എ വെരി നോബൽ കോസ്. അതായത് നമുക്ക് ഉള്ള സമയം നമ്മൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ വേറെ ഒന്നിനെ കണ്ടിട്ട് ഇപ്പൊ സുമാജിയുടെ ഇതിൽ കടയിലോ എവിടെയായിരിക്കില്ല, വീട്ടിലാണോ ഇതൊക്കെ ഡെക്കറേഷൻ? വീട്ടിലെ ഡെക്കറേഷൻ ആണോ? ഓക്കെ, വീട്ടിലാണ്. ഓക്കെ, വാവ്, വെരി നൈസ്. സോ അല്ല, ഞാൻ എന്തെങ്കിലും കുറെ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, കടകളിൽ ഇരുന്നിട്ട്, കടയോ വാട്ടെവർ കട, ബുക്സിന്റെ കട, മരുന്ന് കട, ഫോറിൻ കൺട്രീസിലുള്ളവര് പെട്രോൾ പമ്പിൽ വരെ ഇരുന്നിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. സോ അത്രയും ഡെഡിക്കേഷൻ ഉള്ള ഇതുകൊണ്ട് അപ്പൊ എവിടെ ഇരുന്ന് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിനുള്ള വഴി നമുക്ക് ഭഗവാൻ പറഞ്ഞു തരും. ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും അതൊരു മനസ്സിലൊന്ന് എപ്പോഴും വെക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, നമുക്കുള്ള കഴിവ്, നമ്മുടെ സമയം, എല്ലാവർക്കും ഒരു സമയം, വീട്ടിലെ പ്രയോറിറ്റീസ് അതൊക്കെ നോക്കി. സോ ആകെ നമ്മൾ സാധാരണ ഉദ്ദേശം ഒരു ക്ലാസ് പഠിക്കാൻ, ഒരു ക്ലാസ് നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കണ്ടന്റ്സ് ഷെയറിങ്, നമുക്ക് ഇരുന്നിട്ട് കണ്ടന്റ് ഷെയറിങ് ഗ്രൂപ്പ്സിൽ മെസ്സേജ് ഷെയർ ചെയ്യാം. പിന്നെ നന്നായിട്ട് ഭാഷയൊക്കെ അറിയുന്ന ആൾക്കാരാണ്, ഹിന്ദി, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഒക്കെ അറിയുന്നവരാണെങ്കിൽ ട്രാൻസ്ലേഷൻ ഗ്രൂപ്പ്, വിവേചനം എഴുതാൻ, ആങ്കറിങ്, നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റും. നമുക്ക് എല്ലാവരുടെ മുമ്പിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ആങ്കറിങ് ചെയ്യാം. നമ്മുടെ മലയാള ഗ്രാമർ ക്ലാസ്സിലൊക്കെ 5 മിനിറ്റ്സിന്റെ ആങ്കറിങ് ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് തുടങ്ങാം, പിന്നെ വിവേചനിലേക്ക് ആങ്കറിങ് പോവാം. സോ സ്കൂളിലും കോളേജിലും നമ്മൾ ജോലി സ്ഥലത്തും ഒക്കെ വർത്തമാനം പറയാൻ അല്ലെങ്കിൽ സ്പീച്ചൊക്കെ കൊടുത്ത് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഗീതാ സേവി എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ ഗീതാ പരിവാർ. യൂട്യൂബിലെ ഗീതാ പരിവാർ, ഗീതാ സേവി എന്നിടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗീതാ പരിവാറിലെ വീഡിയോസ് ഉണ്ട്, അത് നോക്കി പഠിക്കാൻ സാധിക്കും എന്താ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്.
അതേമാതിരി നമ്മുടെ learngita.com ഇപ്പൊ എല്ലായിടത്തും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലെല്ലാം എവറിത്തിങ് ഈസ് അവൈലബിൾ അതിൽ തന്നെ. അപ്പൊ അതിലുണ്ട്. എന്തെങ്കിലുമൊക്കെ നമ്മളാൽ ആവുന്നത് നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒരു ദിവസം ഒരു ചാപ്റ്ററെങ്കിലും വായിക്കുക ഭഗവത്ഗീതയുടെ. എന്ന് വെച്ചാൽ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നത് വരെ ബുക്കിലാണ് ഭഗവത്ഗീത. കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവത്ഗീത ബുക്കിലാണ്, നമ്മുടെ മനസ്സിൽ അതില്ല. സോ അത് നമ്മൾ ബൈഹാർട്ട് ആക്കണം. ആശുഭയ എപ്പോഴും പറയും, നമ്മൾ ബൈഹാർട്ട് ആക്കിയാൽ ഗീത നമ്മുടെ സ്വന്തം. വൺ തിങ്, ഈ ഗീതാ പരിവാറിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ വന്ന് ഇപ്പൊ 6 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ അത് തന്നെ നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചാൻസ് കിട്ടിയിരിക്കുന്നത്. നമ്മളൊരു 10-10.5 ലക്ഷം ആൾക്കാരെ ജോയിൻ ചെയ്തെങ്കിലും വളരെ കുറച്ച് പേര് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് അത് ബൈഹാർട്ട് ആക്കാൻ ശ്രമിക്കുന്നുള്ളൂ. സോ വൺസ് നമ്മൾ ബൈഹാർട്ട് ആയി കഴിഞ്ഞാൽ ദെൻ നമ്മൾ കോമയിൽ പോയാൽ പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഭഗവത്ഗീത നമ്മൾ പഠിച്ച ഈ നമ്മുടെ വിദ്യ ബോഡി ഇവിടെ ഇട്ടിട്ട് പോകും. നമ്മൾ അതിനു വേണ്ടി ഒരുപാട് എക്സസൈസ് അത് ഇത് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ആധ്യാത്മികമായിട്ട് നമ്മൾ എന്തെങ്കിലും പുരോഗതി കിട്ടണമെങ്കിൽ നമ്മളിത് പഠിച്ച് നമ്മള് ബുദ്ധിമുട്ടി ഉറക്കമില്ലാണ്ട് അങ്ങനെയൊന്നും പഠിക്കൊന്നുമില്ല. ഡെയിലി ഒരു ചാപ്റ്റർ വായിക്കുക. അതേമാതിരി പറ്റുകയാണെങ്കിൽ നമ്മുടെ കുറെ ഓർക്കാക്കിയുടെ ഓഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഈ 6 ചാപ്റ്റർ പഠിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്ത് അത് തന്നെ കേട്ടാലും മതി. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ നമുക്കത് കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ദിവസം ഒരു ഡെഡിക്കേറ്റഡ് ടൈം കൊടുത്ത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടാൽ മതി. അതിനായിട്ട് വെറുതെ ഇരുന്ന് നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് ചെയ്ത ഒരു ടിപ്സ് ആണ്. ബട്ട് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 5 to 15 minutes അതിനായിട്ട് ചെലവഴിച്ചാൽ നമുക്ക് ഡെയിലി കേട്ട് തന്നെത്താനെ നമ്മളത് കാണാപ്പാടാവും. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേഗം പഠിക്കണം, പരീക്ഷ എഴുതാൻ വെച്ച് നമ്മൾ ഇരുന്ന് നമ്മൾ ഹാവ് ടു സിറ്റ് ആൻഡ് സ്റ്റഡി. അതിൽ എളുപ്പ മാർഗമൊന്നുമില്ല. അതായത് ഇതിൽ നിന്ന് ചുമ്മാ നമ്മൾക്ക് അങ്ങനെ കാണാപ്പാടാവോ? നമ്മളത് അതിനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ അത് കാണാപ്പാടാവൂ. സോ പറ്റുന്നത് ചെയ്യാം. അവരാൽ ആവുന്ന സമയം നമുക്ക് ചെലവഴിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഈ ക്ലാസ്സിൽ വന്നതിന്റെ ഗുണം കിട്ടും. അല്ലെങ്കിൽ വെറുതെ L1 തൊട്ട് L4 വരെ പഠിച്ച് നമ്മൾ പോയാൽ നമുക്ക് അത്ര സമയം ഉണ്ടാകും. ഇതല്ല, നമുക്കത് മനസ്സിലായി ബൈഹാർട്ട് ആവുന്ന വരില്ല. കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടിയാൽ എല്ലാവർക്കും ബൈഹാർട്ടാക്കും. ബിക്കോസ് നമ്മുടെ ഇപ്പോ ഗീതാവൃത്തി ആയ ആൾക്കാർ, നിങ്ങളൊക്കെ ഈ ശുഭാരംഭ പരിപാടി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതില് എല്ലാ പ്രാവശ്യം എക്സാം അവരെടുക്കുന്നത് വയസ്സായ ആൾക്കാർ, കൊച്ചുകുട്ടികള് 3-4 വയസ്സായ കുട്ടികള് എക്സാം കൊടുക്കുന്നത്. ബിക്കോസ് അവർക്ക് ശരിക്കും നമുക്കൊരു 5 വയസ്സ് 6 വയസ്സ് ആവണമെന്നുണ്ട്, വായിക്കാൻ അറിയുന്നവരായിരിക്കണം. ബട്ട് ഒന്നും വായിക്കാൻ അറിയാത്തവര് അമ്മൂമ്മയോ ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ കേട്ട് പഠിച്ച് എക്സാം കൊടുത്ത ആൾക്കാരുണ്ട്, കുട്ടികൾ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലെ ഹിന്ദി മലയാളം ഒരുപാട്, നമ്മുടെ മലയാളികൾക്ക് ഹിന്ദി മലയാളം അറിയാത്തവർ ഇംഗ്ലീഷും അറിയാത്തവരാരും ഉണ്ടാവില്ല. എനിക്ക് 100% ഷുവറായിട്ട് അറിയാം. വിവേചൻ കേൾക്കുക, അതേമാതിരി ശുഭാരംഭ പരിപാടി കാണുക. അതിൽ നമുക്ക് ഇതൊക്കെ ഒരുപാട് കഥകൾ അതിൽ കേൾക്കാൻ പറ്റും. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഓരോ ആൾക്കാർ ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങിയ പിന്നെ BP കുറഞ്ഞു, ഡയബറ്റീസ് കുറഞ്ഞു, അത്ര വിശ്വാസം ഉണ്ടായിട്ടായിരിക്കും. ഓക്കെ, സോ നമ്മുടെ സഞ്ജയ് മാൽപാനിജിയും അവരൊക്കെ പറയും ഈ കഥകൾ കേട്ടിട്ട് ആരും വരണ്ട, ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, ബട്ട് ദർ ആർ പീപ്പിൾ അവരുടെ ഭക്തി കൊണ്ടായിരിക്കാം അസുഖങ്ങൾ മാറി. ക്യാൻസർ പേഷ്യൻസ് ഹോസ്പിറ്റലില് ഓക്സിജൻ എടുത്തോണ്ട് കിടക്കുന്ന ആൾക്കാർ പോലും വായിക്കുന്നുണ്ട്. വർഷങ്ങളോളം വർത്താനം പറയാതെ ബെഡിലിരുന്ന ആൾക്കാരെ എഴുന്നേറ്റ് ഭഗവത്ഗീത പഠിച്ച് എക്സാം എഴുതി. 35 വയസ്സ് വരെ ഡിസേബിൾഡ് ആൾക്കാർ, ഗ്രൂപ്പ് കോർഡിനേറ്റർ ആയ ആൾക്കാർ വരെ ഉണ്ട്. വിത്ത് ഓൾ ദോസ് ലിമിറ്റേഷൻസ് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ഫെസിലിറ്റിയും ഫാക്കൽറ്റീസും ഉള്ള ആൾക്കാരെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? സോ ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഇപ്പൊ വലിയ നമ്മുടെ ഓർഗനൈസേഷൻ ഒരുപാട് വലുതായി കഴിയുമ്പോൾ അതില് കുറെ ആൾക്കാർ സേവ ചെയ്യാനും ജോയിൻ ചെയ്യാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. പറ്റുന്നത് അവരവരാണ് ചെറിയ അനുഭവം പറയാം അമ്മേ. ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം. I'll share a small experience. So ഞാൻ കോളിംഗ് ആൻഡ് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സേവ ചെയ്യുന്നപ്പോൾ ഞാൻ സേവ ചെയ്യുന്ന സമയം എത്രയോ ആനന്ദം തോന്നി. അപ്പോൾ എനിക്ക് വിവേകാനന്ദ സ്വാമിയുടെ പരമമായ വാക്കുകൾ ഓർമ്മ വന്നു. ഗെറ്റ് അപ്പ് ആൻഡ് സെർവ്.
So when we serve, we know you feel that so much joy in serving in Gita Parivar that we don't want anything. We just want service to Krishna, Bhagavad Gita. So it gives so much joy. That's all. The service, the fruit of Correct ആണ്. അത് fruit of വളരെ service correct. is immense joy. That's all. Unconditional joy. അല്ല നമുക്ക് ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ടി വി കാണുന്നത് ടി വി ഒക്കെ 3 വർഷമായി ഓൾമോസ്റ്റ് ഇല്ലേ. ടി വി ഇല്ല, സിനിമ ഇല്ല, ഈ നോവല് അത് ഇത്. ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ട്. ഇപ്പൊ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നും വായിക്കാൻ തോന്നില്ല. ഇതൊക്കെ വായിക്കും. ഐ മീൻ ഗീതാ പരിപാടിയിൽ നമ്മുടെ ഈ മെസ്സേജസ് അതൊക്കെ വായിക്കും. വീഡിയോസ് കാണുക, കുറച്ച് നമ്മുടെ പൊളിറ്റിക്സിന്റെ വീഡിയോസ് ഒക്കെ കാണും. ബിക്കോസ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. അതല്ലാതെ ബാക്കി എല്ലാം ഗീതാ പരിവാരം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും പറയാൻ തുടങ്ങി ഇനിയിപ്പോ ഞാൻ ഒന്നിലും ഇല്ല, ഒരു കാര്യത്തിലും ഇല്ല. ആയിരുന്നു അവിടെ ഐ എം വെരി ഹാപ്പി. നമ്മുടെ ഉള്ള സമയം മുഴുവൻ ഇതിന് സ്പെൻഡ് ചെയ്യും. അങ്ങനെ എല്ലാവരോടും ചെയ്യാൻ പറയില്ല. എല്ലാം ഫാമിലിയും വേണം, എല്ലാവരും വേണം. നമുക്ക് ഞാനൊക്കെ റിട്ടയർഡ് ആയ ആളായതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. ആൻഡ് വീട്ടിലെ വലിയ ഇതൊന്നും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആൻഡ് he will look after his own things, I look after my own things. എന്തോ കുക്കിംഗ് കുറച്ച് കുക്കിംഗ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഞാൻ അത്രത്തോളൊന്നും ഞാൻ എല്ലാവരോടും എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അവരവരാൽ ആവുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഇത് മാത്രമേ പറയുള്ളൂ. വലിയ ആധ്യാത്മിക കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിയില്ല. വാട്ട് എവർ യു ക്യാൻ ഡു, പ്ലീസ് ഡു ഫോർ ദ സൊസൈറ്റി, എസ്പെഷ്യലി ഫോർ ദ ഗീതാ പരിവാർ. അതുകൊണ്ട് നമ്മളാണ് ഗെയിൻ ചെയ്യാൻ പോകുന്നത്. വേറെ ആൾക്കാർക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യണം, നമുക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യണം. നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ അതില് നമുക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷവും ലൈഫിൽ ഒരു പർപ്പസും നമുക്ക് തീർച്ചയായിട്ടും അതിൽ എനിക്ക് പറയാനുണ്ട്. സോ താങ്ക് യു പുഷ്പാജി ആൻഡ് ശ്രീധർജി ആൻഡ് ഓൾ ഓഫ് യു, എനിക്ക് ഒരു അവസരം തന്നതിന്. എല്ലാവരും കണ്ടിന്യൂ ചെയ്യാം, ഭഗവത്ഗീത പഠിക്കുക. തീർച്ചയായിട്ടും നമ്മളത് കഴിയുമ്പോൾ അത് L4 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ L1, L2, L3 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് L3 ആൻഡ് L4 എങ്കിലും പിന്നെയും ജോയിൻ ചെയ്യാം. നമ്മളിത് പഠിച്ച് 18 ചാപ്റ്റർ പഠിക്കേണ്ടത് വരെ അല്ലെങ്കിൽ എന്തെങ്കിലും സേവ ചെയ്യണത് വരെ ഇതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. താങ്ക് യു സോ മച്ച്. Jai Shri Krishna. Jai Shri Krishna. താങ്ക് യു. പുഷ്പജി അൺമ്യൂട്ട് ആണ്, യു ആർ മ്യൂട്ടഡ്. താങ്ക് യു ദീദി, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഇന്ദിര ദീദിയുടെ ശ്രീരാമസ്തുതിയാണ്. ഇന്ദിരാജി ചൊല്ലാമോ? അൺമ്യൂട്ട് ആയിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് ചൊല്ലണേ. ദീദി, could you please spotlight Indiraji? Yes. Yeah. My net is so slow today. ചൊല്ലിക്കോളൂ. കേക്കാവോ? ആ. രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം ദം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. യോഗിമാരുമായി ചെന്നു യാഗരക്ഷ ചെയ്തു പിന്നെ വില്ലൊടിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. താതൻ തന്റെ ആജ്ഞ കേട്ടു രാജ്യവും കിരീടവും ത്യാഗം ചെയ്തു കാടുപുക്ക രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ചാരനായി വന്നണഞ്ഞ മാനിനെ പിടിക്കുവാൻ ജാനകിയെ വിട്ടകന്ന രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഭിക്ഷുവായി വന്നണഞ്ഞ ദുഷ്ടനായ രാവണൻ ലക്ഷ്മിയെയും കൊണ്ടുപോയി രാമ രാമ പാഹി മാം.
രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം കിന്നയായ അശോകവനം തന്നിൽ വാണദേവിയെ ചെന്നു കണ്ടു വായുപുത്രൻ രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം വാനരപ്പടയുമായി കടൽ കടന്നു ചെന്നുടൻ രാവണനെ നിഗ്രഹിച്ച രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം പുഷ്പകങ്കരേറി സീത ലക്ഷ്മണ സമേതനായി ദൃഷ്ടി പൂണ്ട അയോധ്യ ചേർന്ന രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഹരേ കൃഷ്ണ. Jai Jai Shri Shri Krishna. നന്നായിട്ട് ചൊല്ലി. Let us അടുത്തതായിട്ട് ആശാലതാജിയുടെ ഒരു കൃഷ്ണഭക്തി ഗാനമാണ്. ആശാലതാജി. Didi, could you please spotlight Ashaji? Asha Didi, please on the video, no? Yeah, video is on. Yes, on. Okay. Yeah, I unmuted her also. ചൊല്ലിക്കോളൂ. Didi, 10 minutes is there. Again, we have to log in. Yeah, we'll continue. ആശാജി അൺമ്യൂട്ട് ചെയ്തിട്ട് ചൊല്ലണേ. ശരിയായ. Yes. ചൊല്ലിക്കോളൂ. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപദേ ജനവിമോചന കൃഷ്ണ ജന്മമോചന ഗരുഡവാഹന കൃഷ്ണ ഗോപികാപദേ നയനമോഹന കൃഷ്ണ നീരജക്ഷണ സുജന ബാന്ധവ കൃഷ്ണ സുന്ദരാകൃതേ മദന കോമള കൃഷ്ണ മാധവ ഹരേ വസുമതീപദേ കൃഷ്ണ വാസവാനുജ വരഗുണാകര കൃഷ്ണ വൈഷ്ണവാകൃതേ സുരുചിരാനന കൃഷ്ണ ശൗര്യവാരിദേ മുരഹരാ വിഭോ കൃഷ്ണ മുക്തിദായക വിമല ബാലക കൃഷ്ണ വല്ലഭീപദേ കമലലോചന കൃഷ്ണ കാമദായക വിമലഗാത്രവാ കൃഷ്ണ ഭക്തവത്സല ശരണപല്ലവം കൃഷ്ണ കരുണകോമളം കുവളജക്ഷണ കൃഷ്ണ കോമളാംകൃതേ തവ പദാംബുജം കൃഷ്ണ ശരണമേ ഗണേ ഭുവനനായക കൃഷ്ണ ഭാവനാകൃതേ ഗുണഗണാകൃതേ കൃഷ്ണ നളിനലോചന പ്രണയവാരിദേ കൃഷ്ണ ഗുണഗണാകര രാമസോദര കൃഷ്ണ ധീരവത്സല കാമസുന്ദര കൃഷ്ണ പാരി സർവദാ നരകനാശന കൃഷ്ണ നരകൃപാജയ ദേവകീ സുധാ കൃഷ്ണ കാരുണ്യാംബുജേ കംസനാശന കൃഷ്ണ ദ്വാരകാവാസിൻ വാസുരാത്മജ കൃഷ്ണ ദേഹി മംഗളം തൃപ്പദാംബുജം കൃഷ്ണ കാമകോമളം ഭക്തവത്സല കൃഷ്ണ കാമദായക പിള്ളതൻ കവി കൃഷ്ണ തള്ളയെന്ന പോൽ ഭക്തദാസനെ കൃഷ്ണ അടിയനെ സദാ കാത്തുകൊള്ളണേ കൃഷ്ണ സർവദാ വിഭോ ഗരുഡവാഹന കൃഷ്ണ ഗോപികാപദേ നയനമോഹന കൃഷ്ണ നീരജക്ഷണ ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപദേ ജനവിമോചന കൃഷ്ണ ജന്മമോചന. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. നന്നായി ചൊല്ലി. Krishna.
ഇനി മല്ലികാജിയാണ് പേര് തന്നിരുന്ന. മല്ലികാജി ഉണ്ടെന്ന് തോന്നിയില്ല. ഇനി കമലിജി ഹനുമാൻ ചാലീസ ചൊല്ലാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ദീദി നമുക്ക് എന്തായാലും ഹനുമാൻ ചാലീസ ഉള്ളത് അല്ല, നമ്മള് എല്ലാ തവണയും ഹനുമാൻ ചാലീസ ചൊല്ലിയാണ് അവസാനിപ്പിക്കാറ് അല്ലേ ദീദി? അപ്പൊ പിന്നെ കമലിജിയുടെ ഹനുമാൻ ചാലീസ തന്നെ ആയോട്ടെ, നമ്മള് റെക്കോർഡ് വെക്കണ്ടല്ലോ. ചൊല്ലിക്കൊള്ളു. ഹരി ഓം. ജയ ശ്രീകൃഷ്ണ. ശ്രീ ഗുരുചരണ സരോജ രജനി ജമന മുഖരു സുതാരി भरणौ रघुबर विमल जसु योदायक बलचारी बुद्धिहीन तनु जानिके सुमिरौ पवन कुमार बल बुद्धि विद्या देहु मोहिम करगु कलेश विहार जय हनुमान ज्ञान गुण सागर जय कपीश दिगुम लोक उजागर राम കേൾക്കുന്നുണ്ടോ? रामदूत अतुलित बलधामा अंजनी पुत्र भवन सुत नामा महावीर विक्रम बजरंगी कुमति निवासु मदी के संगी कंचन बरन विराज सुवेशा कानन कुंडल कुंचित केशा हाथ वज्र औध्वजा विराजे कांधे मोज जनेऊ साजे संगर सुवन केसरी नंदन तेज प्रताप महाजगबंदन विद्यावान गुणी अति चातुर राम काज करिबे को आतुर प्रभु चरित्र सुनिबे को रसिया राम लखन सीता मन बसिया सूक्ष्म रूप धरि सियहि दिखावा विकट रूप धरि लंक जरावा भीम रूप धरि असुर संहारे रामचंद्र के काज संवारे लाय सजीवन लगन जियाए श्री रघुबीर हर्षि उल्लाये रघुपति कीन्हि बहुत बड़ाई तुम मम प्रिय भरदहि समभाई सहस बदन तुम्हारो जस गावे हस्तहि श्रीपति कंठ लगावे सनकादिक ब्रह्मादि मुनीसा नारद सारद सहित अकेशम जम कुबेर दिखपाल जगाते कलि गोविंद कहि सहि कहाते तुम बहा सुग्रीव किंका राम मिल राजपद दीना तुम्हारे मंदिर विभीषण माना लंकेश्वर भय सब जग जाना युग सहस्र जो जन भर भानो ताकि मधुर भर जानो प्रभु मुद्रिका मेलि मुख माहि जलती लांघि गए अजरत नाहि दुर्गम का जगत के दे सुखम अनुग्रह तुम्हारे दे राम तु आरे तुम रखवारे होत न आज्ञा बिनु बैसारे सब सुख लगे तुम्हारी सरना तुम रक्षक काहू को डरना आपन तेज संहारे आपे तीनों लोग खांगते कांपे भूत पिशाच निकट न आवे महावीर जब नाम सुनावे नासै रोग हरे सब वीरा जबद निरंतर हनुमत वीरा संगड़ ते हनुमान छुटावे मन क्रम भजन ध्यान जो लावे सब पर राम तपस्वी राजा जिनके काज सकल तुम साजा और मनोरथ जो कोई लावे योगी अमित जीवन बल पावे चारों दुख प्रताप तुम्हारा है प्रसिद्ध जगत जियारा साधु संत के तुम रखवारे असुर निकंदन राम तुलारे अष्ट सिद्धि नौ निधि के दादा अस्पति जानकी माता राम रसायन तुम्हारे पासा सदा रहो रघुपति के दासा तुम्हारे भजन राम को पावे जन्म जन्म के दुख बिसरावे अंधकाल रघुबर पुर छाई यहाँ जन्म हरि भक्त कहाई और देवदास चित्त न धरि हनुमत से ही सर्व सुख हरि संगड़ कड़े मिरई सब भीरा जो सुमिरै हनुमत बल भीरा जय 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 हनुमान गोसाई कृपा कर हो गोविनाई जो सद पाठ कर कोई छूट ही बंदी महा दुसुत होई जो यह पढ़े हनुमान चालीसा हो सिद्धि साखी गौरीसा तुलसीदास तथा हरि चेरा नीचे नाद हृदय महन तेरा पवन तनय संकट करना मंगल मूर्ति रूप राम लखन सीता सहित हृदय बस सियावर रामचंद्र की जय।
Sri Krishna, Krishna Arpanam. No tune ഒന്നും ഉണ്ടില്ല, just I was reading it. That's all. Pushpa Didi, Sashi Didi want to say another sloka. നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം, ഒന്നും കൂടി ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ ഒന്നും കൂടെ എല്ലാരും ഒന്ന് ജോയിൻ ചെയ്യണേ. മനോഗതം പറയാൻ വേണ്ടി വീണ്ടും join ചെയ്യാം. ഒന്നും കൂടെ I ജോയിൻ will take leave. നാളെ എനിക്ക് 5 മണിക്ക് Okay. ക്ലാസ് ഉണ്ട്. Okay. ഓക്കെ ദീദി. Thank you so Thank much, you, Radha Didi. ji. Jai Shri Radha Krishna, ji. Didi. ജയ് ശ്രീ ജയ് Jai ശ്രീ Shri Krishna, Didi. എല്ലാവർക്കും. Jai Shri Krishna. Whom should we call? Didi also went. Pushpa Didi. Bhaiya, what to do? Didi has also gone. Pushpa Didi. No, just stop the meeting and we restart the meeting. I'll end from my side. Yeah, end and then restart. Okay, okay.